പീഡനക്കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിൽ. ലൊക്കേഷനിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന യുവനടിയുടെ പരാതിയിലാണ് നടപടി. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. നടപടികൾ പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് കൊണ്ടുവരും. 2 ദിവസം മുമ്പാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി ലഭിച്ചത്. പെൺകുട്ടിയുടെ രഹസ്യമൊഴിയടക്കം രേഖപ്പെടുത്തിയ നമസ്കാരം. തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജിത്തിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തിയ കാര്യം നിങ്ങളെല്ലാം ഇതിനോടകം അറിഞ്ഞു കാണും. വളരെയധികം കൊട്ടിഘോഷിച്ചൊരു വാർത്ത തന്നെയായിരുന്നു. അദ്ദേഹം പുതുമുഖ നടിയെ കാരവാനിൽ വെച്ച് അവർ വസ്ത്രം മാറാൻ വേണ്ടിയിട്ട് കാരവാനിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു നടിയെ പുറത്ത് നിർത്തിക്കൊണ്ട്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പുറത്ത് നിർത്തിക്കൊണ്ട് ഈ പുതുമുഖ നടിയുടെ വസ്ത്രം മാറുന്നിടത്തേക്ക് ചെല്ലുകയും കയറി പിടിക്കുകയും ചെയ്ത ആ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വളരെയധികം വിവാദമായി മാറിയിരിക്കുന്നത്. ഈ പുതുമുഖ നടി ആരാണെന്ന് ഇതുവരെയായിട്ടും വെളിച്ചത്തായിട്ടില്ല. അത് മലയാള നടിയല്ല, മലയാളിയല്ല, ഇത് വേറെ ഏതോ ഭാഷ ഉള്ള ഒരു നടിയാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്തായാലും എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ ഈ ഒരു വിവരം, ഇവരെക്കുറിച്ചുള്ള വിവരം പുറത്തു വിട്ടിട്ടൊന്നുമില്ല. അദ്ദേഹം കേസ് ചാർജ് ചെയ്യുകയും ഒക്കെ ചെയ്തിപ്പം കാരവാനിൽ വന്നിട്ട് തെളിവെടുപ്പിന് കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വാർത്ത ഇതിനോടകം വന്നിട്ടുണ്ട്. എന്തായാലും ഇത് മാടമ്പി, നമ്മുടെ സിനിമാ ലോകത്തെ മാടമ്പി എന്നും പറഞ്ഞ് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന മനുഷ്യന്. ആർക്കും തന്നെ വളരെ ആളുകൾക്ക് മതിപ്പില്ലാത്ത, ഇതിനോടകം തന്നെ 2-3 വിഷയങ്ങളിൽ ഇയാൾ പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, കേസൊക്കെ ആയിട്ട്. പിന്നെ പൊളിറ്റിക്സ് രംഗത്തെ ആ പിടിപാടും അതുപോലെ തന്നെ ആ മാടമ്പിത്തരവും ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം കൂടെ ചേർന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ രഞ്ജിത്ത് എന്നാണ് അഭിപ്രായം, എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം. ഒരുപാട് ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ നടിയെ പക്ഷേ 2 മാസത്തിന് ശേഷമാണ് കേസുമായിട്ട് മുമ്പോട്ട് പോയേക്കുന്നത്. അതുവരെ ഒരു മാനസികമായിട്ടുള്ള വളരെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ 2 മാസം ഇവർക്ക് കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് വൈകി എന്നറിയത്തില്ല. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണം, എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകണം. അല്ലാതെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട പരിഗണനയോ കാര്യങ്ങളോ ഒന്നും കിട്ടാതെ വരുമ്പോഴാണോ ഇത് പുറകോട്ട് പിൻവലിഞ്ഞു നിന്നിട്ട് അതിനുശേഷം പിന്നീട് വന്നിട്ട് കേസായി, വഴക്കായി, പരാതികളായി എന്നും പീഡനമായി എന്നുള്ളൊരു കാഴ്ച കൂടെ നമ്മളിപ്പം കാണാറും കേൾക്കാറുമുണ്ട്. അപ്പോൾ എന്താണ് സത്യാവസ്ഥ എന്നറിയത്തില്ല. എന്തായാലും കേസുമായിട്ട് നടക്കണം. പക്ഷേ ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ ലംബടൻ തന്നെയാണെന്നാണ് ഒരു പൊതുവായിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഇയാളെക്കുറിച്ചുള്ള അഭിപ്രായം. ഇതിനോടകം തന്നെ ഞാൻ ഇന്നലെ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ ഈ രഞ്ജിത്തിൻ്റെ രഞ്ജിത്തിൻ്റെ സ്വഭാവ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വാർത്ത കാണാനും കേൾക്കാനും ഇടയായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന ആ മനുഷ്യന് ഈ രഞ്ജിത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്നുണ്ട്. അദ്ദേഹം സിനിമ രംഗത്തുണ്ടായ നടനായ ഒരു വയോധികനായ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ നടനെ 6-ാം തമ്പുരാൻ്റെ സെറ്റിൽ വെച്ച് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങൾക്ക് കയറി പിടിക്കുകയും അടിക്കുകയും അത്രയും പ്രായമുള്ള വയോധികനെ അടിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ഒക്കെ ചെയ്ത് അദ്ദേഹം ലാസ്റ്റ് ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന ആ നടന് കരഞ്ഞുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോയതെന്ന് ഇത് കണ്ടു നിന്ന ആലപ്പി അഷ്റഫ് പോലെ ഉള്ള ആളുകൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ അത്രയധികം ക്രൂരനാണ് അയാളുടെ ഒരു മാടമ്പിത്തരം, അഹങ്കാരം, എന്തും കാണിക്കാം എന്നുള്ള ധാർഷ്ട്യം എന്നൊക്കെ ഉള്ള ഒരു അഹങ്കാരത്തോടു കൂടി കാണിച്ചിരിക്കുന്ന പ്രവൃത്തികൾ, അതുപോലെ തന്നെ സംഗീതജ്ഞനായിരുന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടെ അടുത്ത് കാണിച്ചിരിക്കുന്ന പ്രവൃത്തികൾ, അതൊക്കെ വളരെ ഇപ്പം ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ആലപ്പി അഷ്റഫ് ഈ മറുനാടൻ മലയാളി ചാനലിലേക്ക് പറഞ്ഞിരിക്കുന്ന ഈ സംഭാഷണം നമുക്ക് ഈ രഞ്ജിത്തിനെ കുറിച്ചുള്ള ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ എടുത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു പ്രവൃത്തിയെ എന്തൊക്കെയാണെന്നൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും, അതോടൊപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് അതെന്തൊക്കെയാണെന്ന് പറയുന്നതെന്ന് ഒന്ന് കേട്ട് നോക്കിയിട്ട് വരാം.
നമസ്കാരം. തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ. ഞാനേ അങ്ങയുടെ പോസ്റ്റ് കണ്ടായിരുന്നു. ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്ത് എന്ത് സംഭവിച്ചു? അതൊന്ന് പറയാമോ, എന്താ സംഭവിച്ചെന്ന്? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയാം 6-ാം തമ്പുരാൻ എന്ന സിനിമ നടക്കുന്ന സമയത്ത്, ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതില് ഞാൻ സാധാരണ സുരേഷ് കുമാറിന്റെ പടത്തിന്റെ ലൊക്കേഷനിലൊക്കെ ചെല്ലാറുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ വരണമെന്ന് പറഞ്ഞ് ഞാൻ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. കാരണം അതിനകത്ത് ഈ നായികയെ ഉപദ്രവിക്കുന്ന ബോംബെയിൽ നിന്ന് വരുന്ന ഒരു ടീമിന്റെ കൂടെ ഞാനും ഒക്കെ ചെറിയ വേഷമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളില്ലാത്തോണ്ട് കയറിയതാ. അപ്പൊ അതൊക്കെ ആയിക്കോട്ടെ. അപ്പൊ അവിടെ ഈ എല്ലാരും ഉള്ള സമയത്ത് ഇയാള് ഞാൻ പണ്ട് തൊട്ടേ അറിയുന്ന ഒരാളാണ് രഞ്ജിത്ത്. വളരെ ഒന്നുമില്ല, നല്ലൊരു മാന്യനായ ഒരു മനുഷ്യൻ, നല്ല പെരുമാറ്റവും നല്ല ആളുകളുമായിട്ട് ഇടപഴകാനൊക്കെ ഉള്ള വളരെ കഴിവൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ഇയാൾക്ക് ഇതൊക്കെ വന്ന് ഓരോരോ പൊസിഷൻ ഇങ്ങനെ കിട്ടി, ഇയാളുടെ കാലിബറ ഇതെല്ലാം ഉയർന്നു കഴിഞ്ഞപ്പോൾ ഇയാളുടെ നിലയം മാറിയപ്പോ അതിനോടൊപ്പം തന്നെ സ്വഭാവത്തിലും വലിയൊരു മാറ്റം വന്നതായിട്ട് മനസ്സിലായി. ഏതൊക്കെ പുള്ളി അങ്ങ് ആയിക്കഴിഞ്ഞു, എന്തൊക്കെയോ എല്ലാരെയും പുച്ഛം, പിന്നെ എല്ലാരെയും മോശം, എല്ലാരും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇയാള് ഈ ആളുകളെയൊക്കെ ഈ വയലന്റ് ആവും, ഉപദ്രവിക്കൊക്കെ ചെയ്യും, ഇയാൾക്ക് ഇഷ്ടപ്പെടാത്ത പറഞ്ഞ. അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടോ, അതിനു മുമ്പ് നമ്മുടെ ഒരു നിർമ്മാതാവുണ്ട്, നമ്മുടെ എന്താണ് പേര്, നമ്മുടെ ഡയറക്ടറുടെ അമ്മയപ്പന. അപ്പൊ അയാളെ പേര് ഞാനിപ്പോ പറയാം, പെട്ടെന്ന് ഒന്ന് ഇതിലോട്ട് വരുന്നത്. അപ്പൊ അയാളെ ഇതുപോലെ ഒരു പ്രാവശ്യം എന്തോ പറഞ്ഞ അയാള് വലിയ ടോപ്പ് നിർമ്മാണമാണ്, ഏറ്റവും കൂടുതൽ പള്ളി പടങ്ങളൊക്കെ എടുത്തുള്ളതാണ്. അയാളാണ് നമ്മുടെ ചെടിയൊക്കെ വയ്ക്കുന്നതിന് മുമ്പ് അടുത്ത പടം തുടങ്ങാനൊക്കെ അഡ്വാൻസ് 25 ലക്ഷം രൂപ കൊടുത്ത ആളാണ്. അത് നമ്മുടെ ഇങ്ങനെ അമ്മയപ്പൻ, നമ്മുടെ എന്താണ് ഈ വലിയ ഒരു ഡയറക്ടർ ഉണ്ടല്ലോ. എന്നിട്ടോ അപ്പൊ അങ്ങേര് പിന്നെ അങ്ങേര് ഇതുപോലെ എന്തോ ഒരു തമാശ പറഞ്ഞ് ഒരൊറ്റ അടി അവന്റെ ചെവിക്കല് കൊടുത്തിട്ട് അയാള് കറങ്ങി സോഫയുടെ അടിയിലോട്ട് വീണുപോയി. അപ്പൊ നമ്മുടെ കലാഭവൻ റഹ്മാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ റഹ്മാൻ എന്നെ വിളിച്ചു പറഞ്ഞിങ്ങനെ രഞ്ജിത്ത് ഭയങ്കര പ്രശ്നമാണ്, എന്തൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല കഴിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഇവിടെ ഇത് വന്നു കഴിഞ്ഞ് ഈ ഒടുവിലാണ് ഇങ്ങനെ വന്നപ്പോ വൈകുന്നേരം അപ്പൊ എല്ലാരും പുള്ളി എല്ലാ സെറ്റിലും ഒടുവിലാണ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്ന അറിയത്തില്ല. നല്ല നല്ല തമാശകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് രീതിയും ബഹളമൊക്കെ ആയിരിക്കും എപ്പോഴും. പുള്ളിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള തമാശകളും നാട്ടുപുറത്തിൽ നാടൻ തമാശകളൊക്കെ ആയിരിക്കും വരുന്നത്. അതൊക്കെ നമുക്കൊക്കെ പോലുള്ളവർക്കെല്ലാം വലിയ വിശ്വാസം. അപ്പൊ എപ്പോഴും പുള്ളിയിൽ തെറ്റുന്ന ആളുണ്ടാവും. അപ്പൊ എന്തോ ഒരു കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പുള്ളി അടൂറിനെ വിമർശിച്ചതാ. അപ്പൊ അതൊന്നും ഞാൻ വ്യക്തമായി കേട്ടില്ല. പക്ഷെ അടൂർ ബാലകൃഷ്ണനെ ഇദ്ദേഹം രഞ്ജിത്ത് വിമർശിച്ചു. അടൂർ ബാലകൃഷ്ണൻ അത് ഒടുവിലാണ് ഇഷ്ടപ്പെട്ടില്ല. ഒടുവിലാണ് അതിന് ഒരു തമാശ രീതിയിലുള്ള മറുപടി പറഞ്ഞു. ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. ഈ അടി കഴിഞ്ഞാണ് പ്രാർത്ഥിച്ചു വന്നു കഴിയുമ്പോഴാണ് ഞങ്ങളൊക്കെ അവിടെ പ്രത്യക്ഷന്മാര് നമ്മൾ ഈ അടിക്കുന്നതൊന്നും നോക്കിയിരിക്കില്ലല്ലോ. പെട്ടെന്ന് കണ്ടു, അങ്ങോട്ട് ചെന്നു. അപ്പൊ താഴെ ഇയാള് വീണു. പിന്നെ അപ്പൊ എല്ലാം കൂടെ പൊക്കിയെടുത്തു. ഭയങ്കര കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകയാണ് പുള്ളികൾ. കേൾക്കാൻ വയ്യ, ആവശ്യനായിട്ട് എല്ലാവരും സ്റ്റക്കായി എന്നൊക്കെ പറയും. പിന്നെ അത് വഴക്കവിടെ ഉണ്ടായാൽ ഒരു ഷൂട്ടിങ്ങാണ്, വലിയ കോടികൾ മുടക്കി എടുത്തോണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രം. അപ്പൊ എന്തെങ്കിലും പ്രശ്നമായാൽ അത് അതിനെ ബാധിക്കും. അപ്പൊ എല്ലാവരും കൂടെ അതെങ്ങനെ തീർക്കാൻ നോക്കിയതാ. അപ്പൊ ഈ പ്രശ്നം ഞാൻ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോ അതിന്റെ നിർമ്മാതാവ് സുരേഷ് കുമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇടൂ താനൊരു കാര്യം പറയുമ്പോ സത്യസന്ധമായിട്ട് പറയണ്ടേ. ഞാൻ പറയും എന്ത് പറ്റി? ഇടൂ അടിച്ചപ്പോൾ താഴെ വീണതല്ല, അടിച്ചു കഴിഞ്ഞവന്റെ നായൊക്കെ ഒരു ചവിട്ടും കൊടുത്ത് കിഡ്നി ഷോയില്ലാതിരിക്കുന്നതല്ല, ആ ചവിട്ടിലാണ് വീണതെന്ന് സുരേഷ് കുമാർ ഇന്നത്തെ പറഞ്ഞ കാര്യമാണ്. അവന്റെ ക്രൂരത ഒന്ന് ആലോചിച്ച് ചോദിക്കുക, അപ്പോഴൊന്നും ആലോചിച്ച് ചോദിക്കുക നമ്മള്. അപ്പൊ അതാണ് ആള്. അപ്പൊ അങ്ങനെ ആ സംഭവം ഉണ്ടായി. അത് ചവിട്ടും കൂടെ കൊടുത്തു. ഞാൻ എന്റെ ഇതിൽ പറഞ്ഞിരിക്കുന്ന അടി കൊണ്ട് ഇറങ്ങി വീണെന്ന മനസ്സിലായി. അപ്പൊ ഒരു ആ വൃദ്ധനായ മനുഷ്യൻ അന്ന് അയാൾക്ക് അസുഖമായിട്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. കിഡ്നിക്ക് പ്രശ്നമുണ്ട്. അയാൾക്ക് നല്ലപോലെ നടക്കാൻ പോലും വയ്യാത്ത ഒരാളാ. അവശനായിരിക്കുന്ന ആളെ അടിയും കഴിഞ്ഞ് ചവിട്ടുകയും കൊടുക്കും. ഇവൻ വയലന്റ് ആയി, മനസ്സിലായില്ലേ? പക്ഷെ പുള്ളി അത് നമുക്ക് ചിന്തിക്കാം. അതൊക്കെ നമ്മളൊക്കെ പറഞ്ഞില്ല, പിന്നെ ആരാ പറയുക? തീർച്ചയായും പറഞ്ഞത് നന്നായി. കാരണം ഇതുപോലെ ന്യായീകരിക്കാൻ ആളുള്ളപ്പോഴേ ഇവനെ ന്യായീകരിക്കാൻ ആളുണ്ടെന്ന് ഓർക്കണം. ഓക്കെ, സന്തോഷം കേട്ടോ. പവർ, പൊളിറ്റിക്സ്, ആ രാഷ്ട്രീയ പിടിപാടുകൾ, അല്ലെങ്കിൽ എന്താ സംവിധായകൻ എന്നുള്ള ആ ഒരു പദവിയുടെ ആ ഒരു ധാർഷ്ട്യം, അഹങ്കാരം തലയ്ക്ക് പിടിച്ച, അതുകൊണ്ടാണല്ലോ ഈ ഇത്രയും പ്രായമുള്ള ആ ഒരു മനുഷ്യൻ്റെ അടുത്ത്, ആ വയോധികൻ്റെ അടുത്ത് ഇതുപോലെ നിലത്തിട്ട് ചവിട്ടുക എന്നൊക്കെ, കർണത്തടിക്കുക എന്നൊക്കെ പറയുന്ന അത്രയും അഹങ്കാരമായ നീചമായ പ്രവൃത്തികൾ ചെയ്തിരിക്കുന്നത്. എന്തായാലും കർമ്മഫലം എന്ന് തന്നെ പറയേണ്ടതുള്ളൂ.
എന്തായാലും അവനവൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ എല്ലാം ഇരട്ടി തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. ഇയാളുടെ ആ രാഷ്ട്രീയ പിടിപാട് കൊണ്ടാണ് ഇത്രയധികം ഈ ഒരു പ്രശ്നം നടന്നിട്ട്. കഴിഞ്ഞ 2025 ജൂൺ മാസത്തിലെങ്ങാണ്ടാണ് ഈ നടിയുടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കേസും അറസ്റ്റുമായിരിക്കുന്നത് ഇപ്പോഴാണ്. അത് രാഷ്ട്രീയ പിടിപാട് കൊണ്ടാണ് ഇത്രയധികം വൈകിയിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പണമുണ്ടെങ്കിലും പ്രശസ്തിയുണ്ടെങ്കിലും പദവിയുണ്ടെങ്കിലും രാഷ്ട്രീയ പിടിപാടുകളുണ്ടെങ്കിലും എന്തുമാകാം എന്നുള്ള രീതിയാണ്. പക്ഷേ ഇപ്പം ഇലക്ഷൻ അതിനോടകമായിരിക്കാം ആളുകൾ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ നിന്നില്ല. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ ഇടുക്കിയിലേക്ക് സുഹൃത്തുമായിട്ട് പോകാനൊരുങ്ങിയപ്പോഴാണ് ഈ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് മാസങ്ങളായിട്ട് രഞ്ജിത്തിനെ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇടുക്കിയിലേക്കുള്ള യാത്രാമധ്യത്തിലെങ്ങാണ്ടാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. പക്ഷേ ഇയാൾ കുറേ ആളുകൾ രാഷ്ട്രീയ ഇതിലുള്ള ആളുകളെയൊക്കെ ഫോൺ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവരാരും കോൾ എടുക്കുകയോ അതിൻ്റെ അകത്ത് ഇടപെടാൻ നിൽക്കുകയോ ചെയ്തില്ല. കാരണം അവരുടെയൊക്കെ ഭാവി ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ സമയമായിട്ട് രാഷ്ട്രീയ ഭാവിക്ക് അതൊരു മങ്ങലേൽക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവരാരും ഇതിൻ്റെ അകത്ത് ഇടപെടാൻ നിന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും തെളിവെടുപ്പിനായിട്ട് ഇന്ന് കാരവാനിലൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ അത്രത്തോളം വിഷയമായി ഇരിക്കുകയാണ്. കാരണം ഒരു മാടമ്പിയാണ്. ഒരുപാട് ആളുകൾക്ക് ഇയാളുടെ ഈ അറസ്റ്റ് വളരെയധികം സന്തോഷം തോന്നിയിരിക്കുകയാണ്. ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്ന അതേപോലത്തെ വേറൊരു നെറികെട്ട പ്രവൃത്തിയും ഇദ്ദേഹം സംഗീതജ്ഞനായ ഗിരീഷ് പുത്തഞ്ചേരിയുടെ അടുത്തും കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മോഹൻലാലും മമ്മൂട്ടി ഉൾപ്പെടെയുള്ള നടന്മാരെല്ലാവരും കൂടി ചേർന്ന് കോഴിക്കോട് എങ്ങാണ്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന പണം ഈ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിട്ട് നൽകാൻ വേണ്ടിയിട്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ 1 കോടി രൂപയോളം ആ ഒരു പണം കിട്ടുകയും ചെയ്തു. പക്ഷേ ഇയാൾ അതിൽ നിന്ന് പകുതി മിച്ചം രൂപ മുക്കിയെന്നാണ് ഈ രഞ്ജിത്തിനെ കുറിച്ചുള്ള പരാതി വന്നിരിക്കുന്നത്. ഈ കുടുംബത്തിനെങ്ങാണ്ട് 40 ലക്ഷം രൂപയെങ്ങാണ്ട് മാത്രമേ കൊടുത്തുള്ളൂ. ഈ 1 കോടി രൂപ പിരിച്ചു കിട്ടിയിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ കൂടെ കിട്ടിയിരിക്കുന്ന ആ ഒരു ഫണ്ടിൽ നിന്ന് അത്രയും രൂപ കിട്ടിയുള്ളൂ. ബാക്കി മുഴുവനും ഈ രഞ്ജിത്തിൻ്റെ കീശയിലേക്ക് പോയി എന്നുള്ള ഒരു പഴി കൂടെ ഈ രഞ്ജിത്തിനെതിരായിട്ട് ഇപ്പം നിലനിൽക്കുന്നു എന്നും കൂടെ ഉള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല. പക്ഷേ എന്തായാലും ഇയാളുടെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ വളരെ ക്രിമിനൽ മൈൻഡ്, അതുപോലെ തന്നെ ധാർഷ്ട്യം, അഹങ്കാരം, സ്ത്രീലെമ്പടൻ എന്നൊക്കെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇയാൾക്കുള്ള മൈനസ് പോയിൻ്റായിട്ട് തന്നെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞിടയ്ക്ക് ഒരു ബംഗാളി നടിയോട് ഇയാൾ മോശമായിട്ട് പെരുമാറി. അതിനുശേഷം ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളോട് മോശമായിട്ട് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയും അയാളുടെ നഗ്ന ചിത്രങ്ങൾ എടുക്കുകയും അത് ഏതോ ഒരു ഗേൾ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുകയാണെന്നുള്ള പരാതി, അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ നടിയായ രേവതിയായിട്ടുള്ള ഒരു അടുപ്പം, ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇയാളെക്കുറിച്ച് മോശമായിട്ടുള്ള വാർത്തകൾ ഇതിനോടകം ഈ ഒരു വിഷയം കൂടെ വന്നപ്പോഴത്തേക്കിന് കേൾക്കാനിടയായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ചെയ്ത പ്രവൃത്തികൾക്കുള്ള ഫലം കിട്ടി. അത്രയും പ്രായമുള്ള ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ്റെ 6ാം തമ്പുരാൻ സെറ്റിൽ വെച്ച് ഉണ്ടായ ആ അനുഭവം, അദ്ദേഹം ഒരുപാട് രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സമയത്ത് തന്നെ അടി കിട്ടിയപ്പം തന്നെ തല കറങ്ങി വീണു എന്നാണ് പറയുന്നത്. അത്രയധികം ഭയങ്കര കണ്ടു നിന്നവർക്ക് അവരുടെയൊക്കെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് അരങ്ങേറിയെന്നാണ് പറയുന്നത്. അത്രയും ധാർഷ്ട്യക്കാരനായ അഹങ്കാരിയായ ഒരു ക്രിമിനലാണ് ഈ രഞ്ജിത്ത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ അറസ്റ്റ് ഇതിനോടകം തന്നെ എല്ലാവർക്കും, മിക്ക ആളുകൾക്കും തന്നെ, സിനിമാ ലോകത്തുള്ള മിക്ക ആളുകൾക്കും ഇയാളുടെ അറസ്റ്റിനോ സന്തോഷത്തോടെയാണ് അവരൊക്കെ സ്വീകരിക്കുന്നതെന്നുള്ള വാർത്തയും കൂടെ ഇതിനോടകം വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന ആളുകളെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.